കഴിഞ്ഞ 4 വർഷത്തിൽ നിങ്ങളുടെ ശമ്പളം കൂടിയിട്ടുണ്ടോ? ഇനി കൂടിയെങ്കിൽ തന്നെ ഇൻഫ്ലേഷനുമായി തട്ടിച്ചു നോക്കുമ്പോൾ ആ വർധനവ് വളരെ ചെറുതാണോ? ILO റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ശരാശരി വരുമാനം 2012 12,000 രൂപയായിരുന്നു എങ്കിൽ 2023 എത്തിയപ്പോഴേക്കും അത് 10,925 രൂപയായി കുറയുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് ഓഫീസറുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് കമ്പനികൾ കഴിഞ്ഞ 4 വർഷത്തിൽ റെക്കോർഡ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടും അതിന്റെ യാതൊരുവിധ ഗുണങ്ങളും ഇന്ത്യയിലെ തൊഴിലാളിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. 2019-2024 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ കോർപ്പറേറ്റ് കമ്പനികളുടെ പ്രോഫിറ്റ് 300% ഇൻക്രീസ് ആയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിലെ തൊഴിലാളികളുടെ ശമ്പളം 0.8 മുതൽ 5.4% വരെ മാത്രമാണ് കൂടിയിരിക്കുന്നത്. ഇത് തന്നെ ഇൻഫ്ലേഷനുമായി തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ സാലറി കൂടിയിട്ടില്ല എന്ന് മാത്രമല്ല, പല മേഖലകളിലും സാലറി കുറയുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിലെ കോർപ്പറേറ്റ് കമ്പനികൾ ഇത്രയേറെ ലാഭം ഉണ്ടാക്കിയിട്ടും കോർപ്പറേറ്റ് ടാക്സ് 30-ൽ നിന്ന് 22% കുറച്ചിട്ടും ഇന്ത്യയിലെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് 2007 ശേഷം ഏറ്റവും കുറഞ്ഞ നിലയിലാണ്. എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ടാക്സ് റിഡക്ഷൻ ഉണ്ടായിട്ട് പോലും പ്രൈവറ്റ് കമ്പനികൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒന്നാണ് നിലവിൽ ഇന്ത്യയിലെ ഇൻകം ഇൻഇക്വാളിറ്റി കഴിഞ്ഞ 100 വർഷത്തിനിടയിലെ ഏറ്റവും മോശം അവസ്ഥയിലാണ്. എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നതിനേക്കാളും മോശം അവസ്ഥയിലാണ് ഇന്ന് ഇന്ത്യയിലെ ഇൻകം ഇൻഇക്വാളിറ്റി. കൂടാതെ ഇൻകം ടാക്സും ഇൻഡയറക്ട് ടാക്സുകളുമായി ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് സഫർ ചെയ്യുകയാണെന്നും പല റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം.